ക്രിസ്മസ് അനുബന്ധിച്ച് തിരുമക്കുളം പള്ളിയിൽ സ്ഥാപിച്ച ട്രീയിലും നക്ഷത്രങ്ങളിലും വെളിച്ചം കുറവാണെന്നാരോപിച്ചാണ് പ്രതികൾ ചേർന്ന് പള്ളി വികാരി ആന്റണി പറമ്പത്തുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത്. പുരോഹിതനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് തടയാനാണ് സമീപവാസിയായ ആന്റണി എത്തിയത്. പുരോഹിതന്റെ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രതികൾ ആന്റണി എത്തിയതോടെ ഇയാൾക്ക് നേരെ തിരിഞ്ഞു. പിന്നെ പ്രതികൾ സംഘം ചേർന്ന് ആന്റണിയെയും ഭാര്യയെയും മക്കളെയും മർദ്ദിച്ചു. ഇറങ്ങി വന്നിട്ട് വടക്കണ്ടാക്കണ്ട ചിലപ്പോൾ കോട്ടയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങേരെ തലേ നിൽക്കാൻ താട്ടെന്ന് വെച്ചിട്ട് അങ്ങേരെ ടാറ്റർ റോട്ടിലേക്ക് തള്ളിയിട്ട് മാത്രം പീഡിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ കടയിൽ കയറി പല നശിപ്പിച്ചു, ആയുധങ്ങളായിട്ട് തല്ലിപ്പൊളിച്ചു. അത് എപ്പോഴേക്കും മക്കൾ വന്നു, രണ്ടാം മക്കൾ അവരെയും അവർ സോഡ കുപ്പിയും ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന 12,000 രൂപയും സ്വർണമാലയും അപഹരിച്ചുവെന്നും ആന്റണി പറയുന്നു. കടയിലും വീട്ടിലും അതിക്രമിച്ചു കയറി പ്രതികൾ അക്രമം നടത്തി. 1 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ അടിച്ചു തകർത്തു. റോട്ടിൽ നിന്ന് കടയിലേക്ക് വന്ന് സോഡാ കുപ്പിയുടെ കേസ് ഇരിക്കണ്ടായി. അതിൽ നിന്ന് സോഡാ കുപ്പി എടുത്ത് ആ കുപ്പിയും കൊണ്ട് അടിച്ചു. അപ്പോൾ തലയ്ക്കാണ് അടിക്കാൻ പറയുക. അപ്പം മൂത്ത മോൻ കൈ കൊണ്ട് തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ അത് കൊണ്ടിട്ട് അവിടെ ചതഞ്ഞടക്കിയാണ് കയ്യൊക്കെ. എന്നെ ഉന്തി ഇവിടെ വന്ന് പിള്ളേരെ ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറിപ്പോകാൻ പറഞ്ഞുകൊണ്ട് അവരുടെ തടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഉന്തിയപ്പോൾ ഞാൻ വീണു. ശനിയാഴ്ച രാത്രി 8:30യോടുകൂടി നടന്ന സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയി. പരാതിയിൽ കേസെടുത്ത മാള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.